ഞാൻ പണ്ടെപ്പോഴും വായിച്ചു കേട്ടിട്ടുണ്ട്, ഫെയിലിയർ ഈസ് ലൈക്ക് ആൻ ഓർഫൻ ബട്ട് സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് എന്നിങ്ങനെ പറയാറുണ്ട്. ഫസ്റ്റ് പ്രിലിംസ് തൊട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അറ്റംപ്റ്റിൽ എൻ്റെ പ്രിലിംസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 3 അറ്റംപ്റ്റിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനലൈസിങ്, അതായത് ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും എൻ്റെ കാര്യം ഒന്ന് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോൽവി കഴിഞ്ഞ് ഒരാഴ്ച ഡിപ്രഷനോ അതങ്ങനെ വിഷമമൊക്കെ ഉണ്ടാവും. അതിനുശേഷം അനാലിസിസ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ പ്രാവശ്യം റെക്ടിഫൈ ചെയ്ത് 3 അറ്റംപ്റ്റ്സ് അങ്ങനെയായിരുന്നു എൻ്റെ ഫെയിലിയർ ഞാൻ ഓവർകം ചെയ്തത്. ഐലേണിൻ്റെ പിയർ ഗ്രൂപ്പ് അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി ബേസിസ് ആ ഒരു പേസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. ആൻഡ് ഷിനാസ് സാറിൻ്റെ അടുത്ത് വന്ന് സാർ ഡാഫ് അനാലിസിസ് ചെയ്തു. ശരിക്കും അത്രയ്ക്കൊരു അനാലിസിസ് ഞാൻ ഇതിന് മുൻപേ ചെയ്തിട്ടില്ല. അപ്പോൾ ഡാഫ് അനാലിസിസ് ചെയ്ത് കുറേ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. സോ അത് പ്രോബബ്ലി അവസാനമായപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തു. നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്, പക്ഷേ അവർ പത്മനാഭ സ്വാമി ടെമ്പിൾ പിടിച്ചു. എന്നിട്ട് വോൾട്ട് ബി അത് തുറക്കുന്നതിനെ പറ്റി, അതെ, അത് തുറക്കുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. കുറച്ച് അമ്പലങ്ങളൊക്കെ പോയി കണ്ടു, കുറച്ച് ദൈവങ്ങളെയും കൂടെ വിളിക്കണമല്ലോ സർ, അങ്ങനെ ദൈവങ്ങളെയൊക്കെ പോയി കണ്ടു. പിന്നെ 22-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞ ടൈമായപ്പോൾ 21-ാം തീയതി തൊട്ട് ഞാൻ റിസൾട്ട് വരുമെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ ജസ്റ്റ് പുറത്ത് എവിടേക്കോ പോയിട്ട് വന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, റിസൾട്ട് വരുമ്പോൾ വീട്ടിലുണ്ടാവാതിരിക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. ഞാൻ കരയാതെ പിടിച്ചിരിക്കുക, പക്ഷെ അവർ വന്ന് കരയുന്നു. ഞാൻ ആകെ ഡിപ്രസ്ഡ് സ്റ്റേറ്റ്, ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആ ടൈമിൽ ശരിക്കും അതുവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നൊരു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലുതായിട്ട് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്തായിരുന്നു എൻ്റെ പാരൻസ് പറഞ്ഞു, നീ ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്കും. റെക്കഗ്നീഷൻ മാത്രമല്ല സർ, ഒരു ഡ്രീം കം ട്രൂ ആ. കാരണം ഡൽഹി വരെ പോവുക, UPSC ഭവനെങ്കിലും കാണാൻ, എൻ്റെ പടിയെങ്കിലും ചവിട്ടുക എന്നൊക്കെ പറയുന്നു. സർ, UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു അഡിക്ഷൻ പോലെയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിൻ്റെ പിറകെ ഓടുക, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടെസ്റ്റ് ചെയ്യണം അതിൻ്റെ പിറകെ ഓടുക, അങ്ങനെ ഒരു വല്ലാത്തൊരു അഡിക്ഷൻ പോലെയാണ്. ഹായ് ഓൾ, ഞാൻ ഷിനാസ്. ഇന്ന് എൻ്റെ ഒപ്പമുള്ളത് സൗമ്യ കൃഷ്ണൻ. സൗമ്യ തിരുവനന്തപുരം വർക്കല സ്വദേശിയാണ്. ഇത്തവണത്തെ UPSC റാങ്ക് ലിസ്റ്റിൽ 196 റാങ്ക് മേടിച്ച് തിരുവനന്തപുരത്തിൻ്റെയും കേരളത്തിൻ്റെയും അഭിമാനമായി മാറിയിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു സർ. സൗമ്യയുടെ വീട് ട്രിവാൻഡ്രത്താണല്ലേ? കൃത്യം എവിടെയായിട്ടാണ്? സാർ, എൻ്റെ വീട് വർക്കലയാണ്. വർക്കല അയിരൂർ എന്നൊരു ഗ്രാമത്തിലാണ് എൻ്റെ വീട്. അവിടെ തന്നെയാണ് പഠിച്ചതൊക്കെ? എവിടെയൊക്കെയായിരുന്നു സ്കൂളിംഗ്? എവിടെയായിരുന്നു? സാർ, ഞാൻ സ്കൂളിംഗ് MGM മോഡൽ സ്കൂൾ അയിരൂർ വർക്കല പഠിച്ചത്. അതിനുശേഷം കോളേജ് കൊല്ലത്ത് വടക്കേവിള ശ്രീനാരായണ കോളേജ് ഓഫ് ടെക്നോളജിയാണ് പഠിച്ചത്. അവിടെയാണ് പഠിച്ചത്. അതെ. എനിക്ക് തോന്നുന്നു കോളേജിൽ ഉയർന്ന മാർക്കൊക്കെ മേടിച്ച് കോളേജിലെ റാങ്ക് ഹോൾഡർ ഒക്കെ ആയിരുന്നു അല്ലേ? അതെ സർ. എന്തിനായിരുന്നു റാങ്ക്? എന്തായിരുന്നു സർ? ഫസ്റ്റ് റാങ്ക് ഉണ്ടായിരുന്നു യൂണിവേഴ്സിറ്റി ലെവലിൽ. BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി ആയിരുന്നു സബ്ജക്റ്റ്. അപ്പോൾ BSc ബോട്ടണിയിൽ ഫസ്റ്റ് റാങ്ക് മേടിച്ചെടുക്കുന്ന ഒരാൾ സാധാരണഗതിയിൽ കരിയർ ചോയ്സ് വരുമ്പോഴത്തേക്കും സയൻസ് ഫീൽഡിലേക്കോ റിസർച്ച് ഫീൽഡിലേക്കോ പോകാനായിരിക്കും പലപ്പോഴും താല്പര്യപ്പെട്ടിട്ടുണ്ടാവുക. നേരത്തെ ഉള്ള തീരുമാനമായിരുന്നോ UPSC എഴുതുക എന്നുള്ളതും ഇത് ക്ലിയർ ചെയ്യുക എന്നുള്ളതും? ഇല്ല സർ, എൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഡ്രീമൊന്നും ആയിരുന്നില്ല. BSc ബോട്ടണി ബയോടെക്നോളജി എടുക്കാൻ തന്നെ കാര്യം എൻ്റെ ചേച്ചിയാണ്. അപ്പോൾ ചേച്ചി തുടർന്നൊരു പാതയുടെ കൂടെ തന്നെ പോകാനായിരുന്നു ഞാൻ നോക്കിയത്. ചേച്ചി MSc ആ കോളേജിലാണ് ചെയ്തത്. BSc ശ്രീനാരായണ കോളേജ് വർക്കലയിലാണ് പഠിച്ചത്. അപ്പോൾ ചേച്ചി ബയോടെക് ആയിരുന്നു. അപ്പോൾ അതിൽ എനിക്കൊരു ഇൻട്രസ്റ്റ് തോന്നി, ശരി പോവാം, സേഫായിട്ടൊരു പാത പിന്തുടർന്ന് പോകാമെന്ന് വെച്ചു. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്ക് മനസ്സിലായി ഇതല്ല എനിക്ക് പറ്റിയൊരു ഫീൽഡ്, ഇതല്ല. മാത്രമല്ല റിസർച്ച് എത്രത്തോളം അത് ആളുകളിലേക്ക് എത്തും എന്നുള്ളൊരു കാര്യം എനിക്ക് ഡൗട്ടായിരുന്നു. പിന്നെ പല ഇൻസ്റ്റൻസസിലൂടെ എനിക്ക് സിവിൽ സർവീസ് എന്നൊരു ജോബിലേക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോകണമെന്നൊക്കെ തോന്നും. അങ്ങനെയാണ്. അതായത് പലപ്പോഴും നമ്മളിങ്ങനെ നമ്മുടെ കരിയർ ചോയ്സുകൾ തീരുമാനിക്കുന്ന സമയത്ത് ഈ പറഞ്ഞ ചില കുഞ്ഞു ഇൻസ്റ്റൻസ് ആയിരിക്കും നമ്മൾ ഇതിലേക്ക് നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്, ഇങ്ങനൊരു സർവീസ് വേണമെന്നുള്ളത്. അത് ഏതെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാമോ? അല്ലെങ്കിൽ എന്താണ് താങ്കളെ വാട്ട് മെയ്ഡ് യു ടു തിങ്ക് അബൌട്ട് ഹാവിങ് എ കരിയർ ഹിയർ? സർ, ഞാൻ ഒരു 2018 ഫ്ലഡിൻ്റെ ടൈമിൽ, അപ്പോൾ എൻ്റെ BSc ഓൾമോസ്റ്റ് ഫൈനൽ ഇയർ ആവാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലാണ് ശരിക്കും ഞാൻ സീരിയസ് ആയിട്ട് കരിയർ എന്തെങ്കിലും ചൂസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ 2018 ഫ്ലഡ് ടൈമിൽ ഒരുപാട് സിവിൽ സർവൻസിൻ്റെ ജോബ് അവരുടെ ചെയ്യുന്ന കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ TV അനുപമ IAS മാഡത്തിൻ്റെ വർക്കൊക്കെ കണ്ട് ഞാൻ ഒരുപാട് ഇൻസ്പയർഡായി. അങ്ങനെയാണ് ശരിക്കും സിവിൽ സർവീസ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കുന്നതും അതിലേക്കൊരു ട്രൈ കൊടുക്കാമെന്ന് വെച്ചതും. കാരണം ഞാനും ഈ ഒരു സമയത്ത് വന്ന് പല ആസ്പിറൻസും
എന്നെയും ഞാൻ സംസാരിക്കുമ്പോൾ കണ്ട ഒരു കാര്യം, അവർ ഇൻസ്പയർ ചെയ്ത ഒരു ഫാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലഡിൻ്റെ സമയത്ത് കേരളത്തിലുണ്ടായിരുന്ന സിവിൽ സർവൻസ് പലരും നടത്തിയ പല ആക്ടിവിറ്റീസ് ആയിരുന്നു. അത് തങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തു എന്നറിയുന്നതിൽ ആക്ച്വലി അത് നമ്മുടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മ്യൂണിറ്റിയുടെ ക്വാളിറ്റിയും കൂടാണ് അത് കാണിക്കുന്നത്. ഓക്കെ, ഗ്രാജുവേഷൻ ഉയർന്ന മാർക്കോടുകൂടി തന്നെയാണ് പാസ്സാവുന്നത്. അത് 2019. പിന്നീട് മൾട്ടിപ്പിൾ അറ്റംപ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. ഈ ഏറെക്കുറെ തന്നെയാണ് UPSCക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ. ഒരു ഒറ്റയ്ക്കുള്ള ഒരു പൊരുതലായിരുന്നു തോന്നുന്നു. എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ ജേർണി? സർ, ഫസ്റ്റ് അറ്റംപ്റ്റ് ടൈമിൽ ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്തു. അന്ന് തൊട്ട് ഞാൻ പ്രിപ്പറേഷൻ അപ്പോഴും ഞാൻ ഒറ്റയ്ക്ക് തന്നെ, ഞാനൊരു പൊതുവെ ഒരു ഇൻട്രോവേർട്ട് പോലെ ആയിരുന്നു ആ ഒരു ടൈം. കോളേജൊക്കെ ആയപ്പോഴത്തേക്കും ഒരുപാട് ഇൻട്രോവേർട്ടായിട്ട് മാറി ഞാൻ. അപ്പോൾ ഒറ്റയ്ക്ക് തന്നെ പ്രിപ്പയർ ചെയ്തത്. പക്ഷേ ഞാൻ പോകുന്ന വഴി കറക്റ്റ് അല്ല എന്നൊരു തോന്നൽ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിന് ശേഷം മനസ്സിലായി. പിന്നെ ഞാൻ കുറേ നെറ്റിൽ സെർച്ച് ചെയ്തും, പിന്നെ ഫ്രീ ആയിട്ടുള്ള ഇനിയൊരു പൈസ ചിലവാക്കാൻ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാൻ ഫ്രീ ആയിട്ടുള്ള ഇനിഷ്യേറ്റീവ്സ് എല്ലാം നോക്കി കണ്ടുപിടിച്ച് അങ്ങനെയാണ് കുറേ ഞാൻ പ്രിപ്പയർ ചെയ്തത്. അങ്ങനെ ഫ്രീ ആയിട്ട് ഏതെങ്കിലും സ്കോളർഷിപ്പ് കിട്ടുമോ, അങ്ങനെ സ്കോളർഷിപ്പ് കിട്ടി. അതുവഴി ടെസ്റ്റൊക്കെ ജോയിൻ ചെയ്തു, കുറേ മെൻറ്റർഷിപ്പ് എടുക്കാൻ നോക്കി. അങ്ങനെ അതുപോലെ തന്നെ എൻ്റെ സ്ട്രാറ്റജി മീൻസ് ഏതൊക്കെ ബുക്ക് ഫോളോ ചെയ്യണം അതൊക്കെ ഓൺലൈനായിട്ട് ടോപ്പേഴ്സിൻ്റെ ടോക്ക് കേട്ട് മനസ്സിലാക്കി. അങ്ങനെയായിരുന്നു സർ ഞാൻ സെൽഫ് പ്രിപ്പറേഷൻ ചെയ്തത്. ആക്ച്വലി ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഹെഡ് ചെയ്യുന്ന ഒരാളെന്നുള്ള രീതിയിൽ താങ്കളുടെ ജേർണി നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം പലപ്പോഴും എല്ലാവരുടെ ഒരു വിചാരം എന്ന് പറയുന്നത് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നാൽ മാത്രമാണ് നമ്മൾ ക്ലിയർ ചെയ്യുന്നതെന്നാണ്. പക്ഷേ അത് തെറ്റിച്ചുകൊണ്ട് ആ ഒരു സെൽഫ് പ്രിപ്പറേഷൻ താങ്കൾ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. പക്ഷേ അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡമിലി തന്നെ പഠിക്കുന്നതിന് പകരം ഇൻ്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യുക, ടോപ്പേഴ്സ് എന്താ പറഞ്ഞത് നോക്കുക, അതിൽ നിന്ന് സ്വന്തമായിട്ടൊരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്യുക. ആക്ച്വലി ആ ഒരു പ്രിപ്പറേഷൻ എന്തോന്ന് കഴിഞ്ഞാൽ ഹാറ്റ്സ് ഓഫ് തന്നെയാണ്. ഒത്തിരി പേർക്ക് അതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും. തന്നെയാണെങ്കിലും ഈ ജേർണി ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. പക്ഷെ എനിക്ക് തോന്നുന്നത് അത് വളരെയധികം ബാലൻസ് ചെയ്ത് കൃത്യം ടോപ്പേഴ്സിനൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ ഒരു സ്ട്രാറ്റജി ബിൽഡ് ചെയ്തിരിക്കുന്നില്ല. കാരണം ഇഷ്ടംപോലെ ടോപ്പേഴ്സിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ അവൈലബിളാണ്. അവർ പല ബുക്സുകളെ പറ്റി പറയുന്നുണ്ടാവും. അപ്പോൾ ഈ മൾട്ടിപ്പിൾ ടോപ്പേഴ്സ് ചിലപ്പോൾ ഈവൻ സംടൈംസ് അത് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടും ചിലപ്പോൾ കേൾക്കുമായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് കൺസോൾഡേറ്റ് ചെയ്ത ഐഡിയാസൊക്കെ? സർ, ടോപ്പേഴ്സ് ടോക്ക് ഞാൻ അധികം യൂട്യൂബൊന്നും യൂസ് ചെയ്യുന്ന ഒരാളല്ലായിരുന്നു. പിന്നെ ഞാൻ ടോപ്പേഴ്സ് ടോക്ക് കേൾക്കാൻ ഉദ്ദേശിച്ചത് ഞാൻ റാൻഡമായിട്ട് യൂട്യൂബ് തന്നെ സജസ്റ്റ് ചെയ്യാം. എനിക്ക് യൂട്യൂബിനോട് താങ്ക്സ് പറയണം. കാരണം യൂട്യൂബ് സജസ്റ്റ് ചെയ്ത് തന്നെ കുറേ വീഡിയോസ് ഞാൻ കണ്ടു. എന്നിട്ട് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും കംഫർട്ടബിൾ ആയിട്ടും തോന്നിയിട്ടുള്ള ടോപ്പേഴ്സിനെ മാത്രം ഞാൻ ശ്രദ്ധിച്ചു. ലൈക്ക് അനുകുമാരി മാം, ഇപ്പോഴത്തെ കളക്ടർ, അതുപോലെ വൈശാലി സിംഗ് എയർ 8 ആയിരുന്നു. അപ്പം ഇവർ രണ്ടുപേരുടെയും വീഡിയോസ് ആയിരുന്നു എനിക്ക് കംഫർട്ടബിളും കൺവീനിയൻ്റും ആയിട്ട് തോന്നിയത്. അത് ശരിക്കും പിക്ക് ചെയ്തെടുക്കാൻ എനിക്ക് ഒരാഴ്ച എടുത്തു. ഇത് തന്നെ ഞാൻ മൾട്ടിപ്പിൾ ടൈംസ് കണ്ടിട്ട് അതിൽ നിന്നാണ് ഒരു സ്ട്രാറ്റജി എനിക്ക് തന്നെ വേണ്ടിയിട്ട് ഡിവൈസ് ചെയ്തെടുത്തത്. ആൻഡ് ഐ തിങ്ക് ദിസ് ഈസ് സംതിങ് ദാറ്റ് എവരി ആസ്പിറന്റ് ഷുഡ് അണ്ടർസ്റ്റാൻഡ്. നമ്മൾ ഇഷ്ടംപോലെ ടോപ്പേഴ്സിൻ്റെ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. ഇപ്പോൾ സാധാരണ കുട്ടികൾ വരുന്നൊരു മിസ്റ്റേക്ക് എല്ലാ ടോപ്പേഴ്സിൻ്റെ വീഡിയോ കാണാൻ നിൽക്കും. അപ്പം സൗമ്യ ചെയ്തത് പല ടോപ്പേഴ്സിൻ്റെ വീഡിയോ കണ്ടു, അതിൽ സൗമ്യക്ക് കംഫർട്ടബിളായിട്ട് വർക്കൗട്ട് ചെയ്യുമെന്ന് തോന്നിയ ടോപ്പറിൻ്റെ വീഡിയോ എടുക്കുന്നു. അത് മൾട്ടിപ്പിൾ തവണ കണ്ട് അവരുടെ സ്ട്രാറ്റജി മനസ്സിലാക്കി അത് സെൽഫായിട്ട് ഇംബൈബ് ചെയ്യാൻ നോക്കുകയും ആ പ്രിപ്പറേഷൻ ഒറ്റയ്ക്കല്ല, പക്ഷേ അത് ഒറ്റയ്ക്കാണ് ഫൈറ്റ് ചെയ്തതും എന്നുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റാണ്. ഓക്കെ, 2019 ഡിഗ്രി കഴിയുന്നു, അതും യൂണിവേഴ്സിറ്റി റാങ്കോടുകൂടി. പക്ഷേ എന്നിട്ട് UPSC പ്രിപ്പറേഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്കും മൾട്ടിപ്പിൾ പൊസിഷനിൽ വെച്ചിട്ട് ഫെയിൽ ആകുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഈ ഫെയിലിയറിനെ ഓവർകം ചെയ്തിരുന്നത്? സർ, ഫസ്റ്റ് പ്രിലിംസ് തൊട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അറ്റംപ്റ്റിൽ എൻ്റെ പ്രിലിംസ് ക്ലിയർ ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ 3 അറ്റംപ്റ്റിലും ശരിക്കും പറഞ്ഞാൽ എനിക്ക് അനലൈസിങ്, അതായത് ഓരോ പ്രാവശ്യം തോൽക്കുമ്പോഴും എന്താ കാര്യം എന്ന് അനലൈസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തോൽവി കഴിഞ്ഞ് ഒരാഴ്ച ഡിപ്രഷനോ അതങ്ങനെ വിഷമമൊക്കെ ഉണ്ടാവും. അതിനുശേഷം അനാലിസിസ് പാർട്ടിലേക്ക് പോകുമ്പോൾ ഞാൻ ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. അങ്ങനെ അനലൈസ് ചെയ്ത് ഓരോ പ്രാവശ്യം റെക്ടിഫൈ ചെയ്ത് 3 അറ്റംപ്റ്റ്സ് അങ്ങനെയായിരുന്നു എൻ്റെ ഫെയിലിയർ ഞാൻ ഓവർകം ചെയ്തത്. പക്ഷേ തേർഡ് അറ്റംപ്റ്റ് കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്നും വലിയ സപ്പോർട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അവിടെയൊക്കെ അവർക്ക് ഇനി ഇവർക്ക് പറ്റുമോ എന്നൊരു പേടിയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്കോളർഷിപ്പ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ വീണ്ടും ഒരു മോട്ടിവേഷനായി. അപ്പോൾ അത് കണ്ടപ്പോൾ വീട്ടുകാരും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് 4th അറ്റംപ്റ്റ് കൊടുത്തു. അപ്പോൾ അവിടെ ഫെയിലിയർ വന്നപ്പോൾ വീണ്ടും ഞാൻ കളഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ വീണ്ടും വീട്ടുകാർ പറഞ്ഞു ഇത്ര ആയില്ല, ഒരു പ്രാവശ്യം കൂടെ കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് സാർ ഇങ്ങനെ ഫെയിലിയറിന് ഓരോ ലെവലിലും എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഞാനത് ഓവർകം ചെയ്യുമായിരുന്നു. കാരണം അതിനൊരു നിമിത്തമെന്നോ അല്ലെങ്കിൽ ആ ഓരോ കാരണങ്ങൾ കാരണം വീണ്ടും നമ്മൾ പൊരുതുമ്പോഴത്തേക്കും ഫൈനലി നമുക്കിങ്ങനൊരു ബ്യൂട്ടിഫുൾ സക്സസ്സിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും
ആ ഓരോ എഫേർട്ടും അതിൻ്റെ ഒരു കൾമിനേഷനിൽ എത്തിയതുപോലെയാണ് അല്ലേ? അതെ സർ. ഓക്കെ. റിസൾട്ട് അറിയുന്ന സമയത്ത് എവിടെയായിരുന്നു, എപ്പോഴാണ് അറിഞ്ഞത്? ഐ മീൻ എന്തായിരുന്നു ആ സമയത്ത് ഒരു എക്സ്പീരിയൻസ് ഒക്കെ? സാർ റിസൾട്ട് പല ഡേറ്റ്സ് പലരും പറയുന്നുണ്ടായിരുന്നു. ടെലിഗ്രാമിൽ കുറേ ഗ്രൂപ്പ്സ് ഉണ്ട്. അവർ പറയും ഇന്ന് വരും, നാളെ വരും. ആ ഒരു ടെൻസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ എനിക്ക് മാറി നിൽക്കണം. അപ്പം ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ യാത്രയിലായിരുന്നു. മൂന്നാർ പോയി, ഒരു ദിവസം മൂന്നാറൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്തിട്ട് വന്നു. പിന്നെ ഫാമിലി ആയിട്ടൊക്കെ പോയത്? അല്ല സാർ, എൻ്റെ ഫ്രണ്ട്സുമായിട്ട് പോയിട്ട് വന്നു. പിന്നെ കുറച്ച് അമ്പലങ്ങളൊക്കെ പോയി കണ്ടു. കുറച്ച് ദൈവങ്ങളെയും കൂടെ വിളിക്കണമല്ലോ സാർ, അങ്ങനെ ദൈവങ്ങളെയൊക്കെ പോയി കണ്ടു. പിന്നെ 22-ാം തീയതി റിസൾട്ട് വരുമെന്ന് പറഞ്ഞ ടൈമായപ്പോൾ 21-ാം തീയതി തൊട്ട് ഞാൻ റിസൾട്ട് വരുമെന്ന് വിചാരിച്ചു. അന്ന് ഞാൻ ജസ്റ്റ് പുറത്ത് എവിടേക്കോ പോയിട്ട് വന്നു. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, റിസൾട്ട് വരുമ്പോൾ വീട്ടിലുണ്ടാവാതിരിക്കുക എന്നുള്ളൊരു ഒരു ഇതായിരുന്നു. 22-ാം തീയതി റിസൾട്ട് വരുന്നതിന് അന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വന്നു. ഞാൻ വെയിറ്റ് ചെയ്തു റിസൾട്ട് വരാൻ, പക്ഷെ വന്നില്ല. ഞാൻ പിന്നെ ക്ഷീണിച്ചു, അലഞ്ഞു തിരിഞ്ഞ് ക്ഷീണിച്ച് കിടന്നു. അപ്പോൾ റിസൾട്ട് വന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ഡൗട്ടായിരുന്നു, ഇനി AI ജനറേറ്റഡ് PDF ആണ്. കാരണം ഗ്രൂപ്പുകളിലൊക്കെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു അങ്ങനെ. അപ്പോൾ അല്ല, റിസൾട്ട് ശരിക്കും കിട്ടിയതാ. പിന്നെ അങ്ങോട്ട് സാർ എന്താ സംഭവിക്കുന്നതെന്ന് പോലും മനസ്സിലാകത്തില്ല. അപ്പം ഈ റിസൾട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും പഠിച്ച സ്കൂളിലൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷേ ഈ ജേർണിയിലെ പല സ്റ്റേജുകളിൽ നമ്മൾ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് എല്ലാവരുടെയും സപ്പോർട്ട് കിട്ടണമെന്നില്ല. അപ്പം അതൊരു കോൺട്രഡിക്ടറി ഫീലിംഗ് ആണ്. അതായത് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എല്ലാവരും ഉണ്ടാവണമെന്നില്ല, പക്ഷെ നമ്മുടെ സക്സസിൻ്റെ സമയത്ത് എപ്പോഴും കൂടെ ഉണ്ടാവും. ഞാൻ പണ്ടെപ്പോഴും വായിച്ച് കേട്ടിട്ടുണ്ട്, ഫെയിലിയർ ഈസ് ലൈക്ക് ആൻ ഓർഫൻ ബട്ട് സക്സസ് ഹാസ് മെനി ഫാദേഴ്സ് എന്നിങ്ങനെ പറയാറുണ്ട്. ഓക്കെ. ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ സൗമ്യ നമ്മളോട് അസോസിയേറ്റ് ചെയ്യുന്ന ഇൻ്റർവ്യൂ ഗൈഡൻസ് പ്രോഗ്രാമിലാണ് അല്ലേ? ഓക്കെ. ആ ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു? സാർ ഇൻ്റർവ്യൂ ഇതെൻ്റെ 2ാമത്തെ ഇൻ്റർവ്യൂ ആയിരുന്നു. സോ ഇനിഷ്യൽ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഞാനെല്ലാം ഓൺലൈൻ പ്രിപ്പയർ ചെയ്ത് മെയിൻസും ക്ലിയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് ആയിരുന്നു. ഓക്കെ, ഓൺലൈൻ വീട്ടിലിരുന്ന് പ്രിപ്പയർ ചെയ്ത ഇൻ്റർവ്യൂവും ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അന്ന് ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തു. അതിലൊന്നാണ് വീട്ടിൽ തന്നെ ഇരിക്കുക, ആരുമായിട്ട് സംസാരിക്കാതെ ജസ്റ്റ് ഒരു മെൻറ്ററുമായിട്ട് മാത്രം സംസാരിക്കുക എന്നുള്ളത്. പക്ഷേ അത് എന്നെ നെഗറ്റീവായിട്ട് എൻ്റെ ഇൻ്റർവ്യൂവിനെ ബാധിച്ചായിരുന്നു. അതായത് എനിക്ക് പെട്ടെന്നൊരു ക്രൗഡ് കണ്ടപ്പോൾ ഞാൻ നെർവസ് ആയി, എനിക്ക് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം ഞാൻ വിചാരിച്ചു എൻ്റെ ഇൻ്റർവ്യൂ ഞാൻ കുറച്ചും കൂടെ എല്ലാവരുമായിട്ടും കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം, കുറച്ചുകൂടെ സോഷ്യൽ ആവണം. അതുകൊണ്ടൊരു ഹോസ്റ്റലിലേക്ക് മാറി, എന്നിട്ട് അതുപോലെ ഇവിടുത്തെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഓൾമോസ്റ്റ് ഇവിടെ തന്നെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സിന് മോക്ക് കൊടുത്തു, 1-on-1s കൊടുത്തു. ഏറ്റവും എഫക്റ്റീവായിട്ട് പിയർ മൂക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നന്ദനയായിട്ട് എല്ലാ ദിവസവും മാക്സിമം കിട്ടാൻ പറ്റുന്ന സമയത്തൊക്കെ നമ്മൾ രണ്ടുപേരും ഫ്രീ ആകുമ്പോൾ സംസാരിക്കുമായിരുന്നു. അതുപോലെ ഐലവൻ്റെ പിയർ ഗ്രൂപ്പ്, അവരുമായിട്ട് സംസാരിക്കുമായിരുന്നു. അങ്ങനെ ഡെയിലി ബേസിസ് ആ ഒരു പേസ് കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി എല്ലാ ദിവസവും സംസാരിക്കുമായിരുന്നു. ആൻഡ് ഷിനാസ് സാറിൻ്റെ അടുത്ത് വന്ന് സാർ ഡാഫ് അനാലിസിസ് ചെയ്തു. ശരിക്കും അത്രയ്ക്കൊരു അനാലിസിസ് ഞാൻ ഇതിന് മുൻപേ ചെയ്തിട്ടില്ല. അപ്പോൾ ഡാഫ് അനാലിസിസ് ചെയ്ത് കുറേ എക്സ്പെക്റ്റഡ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്തു. സോ അത് പ്രോബബ്ലി അവസാനമായപ്പോൾ അത് നല്ല രീതിയിൽ എനിക്ക് ഹെൽപ്പ് ചെയ്തു. കാരണം സൗമ്യയുടെ ഡാഫ് നോക്കുമ്പം അതിൽ വർക്ക് ചെയ്യാനുള്ള എലമെൻറ്റുകളുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ടോപ്പറാണ്, കോക്കോ കളിക്കാൻ പോകും, അതുപോലെ വെജിറ്റേറിയൻ ഫുഡ് ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരാൾ. വളരെ യുണീക്കായിട്ടുള്ള ചില എലമെൻറ്റുകൾ ഡാഫിനുണ്ട്. അപ്പം അത് ഓരോന്നിലും വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്കൊന്ന് ഇൻ്റർവ്യൂ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എനിക്കൊന്നു ഭയങ്കര, അതായത് കേരളത്തിലെ ഫേമസ് ടെമ്പിൾ ഏതാണ്? ഇപ്പം നേരത്തെ അമ്പലങ്ങളിൽ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാ. എന്തായിരുന്നു ആ ചോദ്യം? എന്തായിരുന്നു സാർ ആ ചോദ്യം എന്ന് പറയുന്നത്? കേരളത്തിൽ ഫേമസ് ആയിട്ടുള്ള ടെമ്പിൾ, ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ടെമ്പിൾ ഏതാണെന്ന് ചോദിച്ചു. ടെമ്പിളിന്നേ ചോദിച്ചുള്ളൂ, പക്ഷേ കേരളത്തിൽ കുറേ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് പറഞ്ഞു, സാർ പത്മനാഭസ്വാമി ടെമ്പിൾ ഉണ്ട്, ശബരിമലയുണ്ട്, ഗുരുവായൂരുണ്ട്. അപ്പം നമ്മൾ എന്തെങ്കിലും അങ്ങോട്ട് ഇട്ടുകൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചത്, പക്ഷേ അവർ പത്മനാഭസ്വാമി ടെമ്പിൾ പിടിച്ചു. എന്നിട്ട് വോൾട്ട് ബി, അത് തുറക്കുന്നതിനെ പറ്റി, അതെ, അത് തുറക്കുന്നതിനെ പറ്റി എൻ്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം സൊസൈറ്റിയിൽ ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പം തുറക്കാൻ പറ്റില്ല, അത് ശരിക്കും പറ്റില്ല. പിന്നെ അവർ ചോദിച്ചു, സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ് ഉണ്ടായിരുന്നു, അതായത് കമ്മ്യൂണിറ്റിക്ക് വിട്ടു കൊടുക്കുക എന്നുള്ളത്. അപ്പം നിങ്ങൾ കമ്മ്യൂണിറ്റിയുടെ ഒരാളാണെങ്കിൽ ആൻഡ് യു ആർ ഓൾസോ എ സിവിൽ സെർവൻറ്റ്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് സ്റ്റെപ്പായിരിക്കും എടുക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പം തൽക്കാലം തുറക്കണ്ട, പക്ഷേ സൊസൈറ്റി ഒരുവിധം അത് അക്സെപ്റ്റ് ചെയ്ത് വരുന്ന ടൈമിൽ നമുക്കത് എന്താണെന്ന് വെച്ചാൽ ഓപ്പൺ ചെയ്യണോ വേണ്ടോ എന്ന് നോക്കാമെന്ന് പറഞ്ഞു. തീരുമാനിക്കണം. ഇൻട്രസ്റ്റിംഗ് ആൻസർ ആണ്. എസ്പെഷ്യലി നമ്മൾ പലപ്പോഴും ഉണ്ടല്ലോ, കുട്ടികൾ ആൻസേഴ്സ് എഴുതുമ്പോഴത്തേക്കും വളരെ അല്ലെങ്കിൽ ആൻസർ പറയുമ്പോൾ ഭയങ്കര ലീഗൽ ഡയമെൻഷനിൽ മാത്രം പറയാറുണ്ട്. ഇപ്പം കോടതി അങ്ങനെ പറഞ്ഞു അതുകൊണ്ട് ഓപ്പൺ ചെയ്യണം. പക്ഷേ അറ്റ് ദ സെയിം ടൈം
ആ ഒരു ഒരു സിവിൽ സർവൻറ്റ് ഈസ് ഓൾസോ പാർട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി. അപ്പം ആ ഒരു ബാലൻസിങ് ഈസ് സംതിങ് ദാറ്റ് സിവിൽ സർവൻറ്റ് ഡു ഓൺ ആൻ എവറി ഡേ ബേസിസ്. അപ്പം ഐ തിങ്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോഴത്തേക്കും ഒരു ആസ്പിറൻറ്റിൽ നിന്നും ഒരു സിവിൽ സർവൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഞാൻ ഒബ്സർവ് ചെയ്യുന്നത് ഈസ് ദാറ്റ് യു നീഡ് ടു ബിക്കം മോർ പ്രാഗ്മാറ്റിക് ഇൻ നേച്ചർ എന്നുള്ളതാണ്. ഓക്കെ, ഈ പ്രിപ്പറേഷൻ ജേർണിയിൽ പല സമയത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ മൊമെൻറ്റ്, റാങ്ക് കിട്ടുമ്പോൾ ഒബ്വിയസ്ലി ഹാപ്പിയാണ്, അതല്ലാതെ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ മൊമെൻറ്റ് ഏതായിരുന്നു? സാർ സന്തോഷം തോന്നിയ ഒന്ന് ഞാൻ പറഞ്ഞില്ലേ, സ്കോളർഷിപ്പ് കിട്ടിയ ടൈമിൽ. കാരണം ആ ടൈമിൽ ഞാൻ ഭയങ്കര സ്റ്റോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും വീണ്ടും ഓടാനായിട്ടുള്ളൊരു പ്രചോദനമായിരുന്നു. അതെ സാർ, സ്കോളർഷിപ്പ് കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂ വരെ പോയപ്പോൾ, കാരണം ഇൻ്റർവ്യൂ എന്നൊക്കെ പറയുന്നത് ഒരു സിവിൽ സർവൻറ്റിനെ അല്ലെങ്കിൽ ഒരു UPSC ആസ്പിറൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെക്കഗ്നിഷനാണ്. ഒരു ഇന്റർവ്യൂവിന് പോയ ഒരു റെക്കഗ്നിഷൻ മാത്രമല്ല സാർ, ഒരു ഡ്രീം കം ട്രൂ ആണ്. കാരണം ഡൽഹി വരെ പോവുക, UPSC ഭവൻ എങ്കിലും കാണാൻ, എൻ്റെ പടിയെങ്കിലും ചവിട്ടുക എന്നൊക്കെ പറയുന്നത്. ഇത് ആക്ച്വലി ഉണ്ടല്ലോ, ഞാൻ പ്രിപ്പയർ ചെയ്ത സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട് മനു. അപ്പം ഞങ്ങൾ രണ്ടുപേരും മെയിൻസ് എഴുതുകയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഓപ്ഷനിൽ സെയിം ആണ്. അപ്പോൾ ഓപ്ഷനിൻ്റെ പരീക്ഷ എഴുതി കഴിഞ്ഞിട്ട് അന്ന് 2 ഓപ്ഷനുള്ള സമയം. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷൻ ഞങ്ങൾക്ക് രണ്ടുപേരും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അവനിങ്ങനെ വന്നിട്ട് ചോദിച്ചു, എന്താണ് ഷിനാസ്, എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചു. അപ്പം നമ്മൾ പൊതുവേ എല്ലായിടത്തും ഇങ്ങനെ ഭയങ്കര സബ്ഡ്യൂട്ടാണ് പറയുന്നത്. അപ്പം നമ്മളൊരു വലിയ തെറ്റില്ലാത്തൊരു അറ്റംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അവൻ്റെ അടുത്ത് മാത്രം കുറച്ച് ഓപ്പൺ, ഞങ്ങൾ ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ, അടുത്ത ഓപ്ഷൻ ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ധോൽപൂർ ഹൗസ് വരെ ഒന്ന് പോയിട്ട് വരാം എന്ന് പറഞ്ഞു. ഈ ധോൽപൂർ ഹൗസ് എന്ന് പറയുന്നതാണ് UPC ഭവൻ എന്ന് പറയുന്നത്. അപ്പം ആ UPC ഭവനിൽ പോവുക, ധോൽപൂർ ഹൗസിൽ എത്തുക എന്ന് പറയുന്നത് ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. ഈ www.upc.in എന്ന് പറഞ്ഞ വെബ്സൈറ്റ് അടിക്കുമ്പോൾ ആദ്യം വരുന്നൊരു ഫോട്ടോ ഉണ്ട്, ഒരു പഴയ UPC ഭവൻ്റെ ഫോട്ടോ. നമ്മളൊക്കെ സംബന്ധിച്ചിടത്തോളം ദാറ്റ് വാസ് അവർ ഗർ, ഐ മീൻ നമ്മുടെ ദാറ്റ് വാസ് അവർ സെക്കൻഡ് ഹോം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അവിടെ പോകാന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതൊരു ഭയങ്കര പോസിറ്റീവ് പീക്ക് തന്നെയാണ്. അതുപോലെ തന്നെ ജേർണലിൽ പല സമയത്തും നമ്മൾ പല ചലഞ്ചസ് നേരിടുകയും ഭയങ്കര ലോ പീക്കിലേക്ക് വരികയും ചെയ്തിട്ടുണ്ടായിരിക്കും. എങ്ങനെയായിരുന്നു ഈ ലോ പീക്ക് ഓവർകം ചെയ്തത്? അല്ലെങ്കിൽ എന്തായിരുന്നു ഏറ്റവും ലോ പീക്കായിട്ട് തോന്നിയൊരു അവസ്ഥ? സാർ, ഏറ്റവും ലോ പീക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഈ ഒരു 5 അറ്റംപ്റ്റിൽ ഞാൻ ഒരുപാട് ഫെയിലേഴ്സ് കണ്ടു. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഫെയിലറായിട്ട് തോന്നിയത് എൻ്റെ 4th അറ്റംപ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് റിസൾട്ട്. കാരണം എൻ്റെ ഇൻ്റർവ്യൂ ലാസ്റ്റ് ഡേറ്റ്, അപ്പം ഒരു കുറച്ച് ദിവസത്തിനുള്ളിൽ റിസൾട്ട് വന്നായിരുന്നു. പ്രിലിംസ്, മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ വാസ് ദേർ ഫോർ ദ 4th attempt. എന്നിട്ട് ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് വന്നല്ലേ? അതെ, ഇമ്മീഡിയറ്റ്ലി റിസൾട്ട് വന്നു. ഇനി അടുത്ത പ്രിലിംസിലേക്ക് 1.5 മാസമേ ഉള്ളൂ. അപ്പോൾ ആ ടൈമിൽ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല, കാരണം എൻ്റെ ഇൻ്റർവ്യൂ ഭയങ്കര മോശമായിരുന്നു. പക്ഷേ എല്ലാവരും പറഞ്ഞു മോശമാണെങ്കിലും അറ്റ് വൺ പോയിന്റ് ഓഫ് ടൈം ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ചെറിയൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് റിസൾട്ട് വന്നപ്പോൾ എൻ്റെ പേരില്ല. മെഡിക്കലിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന 2 പേരുടെ പേരുണ്ട്, കസ്തൂരി ഷായും കൃഷ്ണ ജോഷിയും. അപ്പോൾ എനിക്ക് മാത്രമല്ല വീട്ടുകാർക്ക് ആകെ സങ്കടം. കാരണം നിൻ്റെ കൂടെ ഉള്ള ഒരു കുട്ടി കയറി, നീ കയറിയില്ല എന്ന് പറഞ്ഞിട്ട് ചുറ്റുള്ളത് അറിഞ്ഞവരൊക്കെ, കാരണം ആ നാട്ടിലെ എല്ലാവർക്കും എൻ്റെ കാര്യം അറിയാം, വന്നിട്ട് കരയുന്നു. അവർ കരയും, ഞാൻ കരയാതെ പിടിച്ചിരിക്കുക, പക്ഷെ അവർ വന്ന് കരയുന്നു. ഞാൻ ആകെ ഡിപ്രസ്ഡ് ഒരു വല്ലാത്തൊരു അവസ്ഥയിലേക്ക് പോകുമായിരുന്നു. പക്ഷേ ആ ടൈമിൽ ശരിക്കും അതുവരെ സപ്പോർട്ട് ചെയ്യാതിരുന്നൊരു, അല്ലെങ്കിൽ ഇതിനെപ്പറ്റി വലുതായിട്ട് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്താൽ എൻ്റെ പാരൻസ് പറഞ്ഞു, നീ ഒരു അറ്റംപ്റ്റും കൂടെ കൊടുക്ക്, നമുക്ക് പിന്നെ ബാക്കിയുള്ള കാര്യം പിന്നെ നോക്കാൻ പറഞ്ഞു. അതുപോലെ ശരിക്കും പറഞ്ഞാൽ ധോൽപൂർ ഹൗസിൽ എത്തുമ്പോഴേ ഒരു, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വീട്ടുകാർക്കും ഒരു കോൺഫിഡൻസ് ആണ് നമ്മുടെ പുറത്ത്. ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഇന്റർവ്യൂ വരെ പോയപ്പോഴത്തേക്കും അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ അറ്റംപ്റ്റ്സ് കൊടുക്കാൻ നേരത്തെ പേരൻസ് വാസ് ഈവൻ ഇന്റർവ്യൂ എത്തിയല്ലോ, ഇനി അടുത്ത സ്റ്റേജ് ആണല്ലോ, അടുത്ത സ്റ്റേജ് റാങ്ക് ലിസ്റ്റ് ആണല്ലോ, ആ ഒരു എന്താണ് ഒരു ഹോപ്പ് അവർക്കുള്ളിലുണ്ടാവും. അത് ആ ഹോപ്പായിരിക്കും വീണ്ടും ഒരു അറ്റംപ്റ്റ് കൊടുക്കാനായിട്ട് സൗമ്യനെ പേരൻസ് ഹെൽപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഈ ആസ്പിറന്റ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പലപ്പോഴും ഒബ്സർവ് ചെയ്തൊരു ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൾട്ടിപ്പിൾ തവണ അറ്റംപ്റ്റ് കൊടുക്കുന്ന പല കുട്ടികളും ടു സം എക്സ്റ്റെൻറ്റ് അവരുടെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി യാതൊരു രീതിയിലും ഫോക്കസ് ചെയ്യാറില്ല. അപ്പം പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 4th അറ്റംപ്റ്റ് കഴിയുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഡിപ്രഷൻ പോലെ ഫേസ് ചെയ്തു എന്ന് പറഞ്ഞു. അതുപോലെ പലർക്കും ഇതുപോലുള്ള ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഹൗ ടു കീപ് ദാറ്റ് മെൻ്റൽ ഹെൽത്ത്, എങ്ങനെ നമുക്കത് അഡ്രസ് ചെയ്യും? ബിക്കോസ് ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് വെരി സെൽഡം ടോക്ഡ് in the community also. സർ, UPSC പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞ ഒരു അഡിക്ഷൻ പോലെയാണ്. അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പലരും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതിൻ്റെ പിറകെ ഓടുക, ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ടെസ്റ്റ് ഇടണം അതിൻ്റെ പിറകെ ഓടുക, അങ്ങനെ ഒരു വല്ലാത്തൊരു അഡിക്ഷൻ പോലെയാണ്. പക്ഷെ ഞാൻ അതിൻ്റെ ഇടയ്ക്കും കുറേ ബ്രേക്സ് ഇട്ടുണ്ടായിരുന്നു. ഒരാഴ്ച അറ്റ്ലീസ്റ്റ് 2 ദിവസമെങ്കിലും പത്രം പോലും ഞാൻ വായിക്കില്ല. ഫുൾ ബ്രേക്ക് എടുത്ത് ചില്ലായി നടക്കുക, TV കാണുക,
അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു ബ്രേക്സ് എടുക്കുക, ആ ഒരു രീതി ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ അതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മെൻ്റൽ ഹെൽത്തിനെ ത്രൂ ഔട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേന്ന് പറയുന്നത് ഇതുപോലത്തെ സപ്പോർട്ട് സിസ്റ്റംസ് ഉണ്ടാവും. എനിക്ക് 4th അറ്റംപ്റ്റ് കഴിഞ്ഞ് ഞാൻ ഡൗൺ ആയി നിന്നപ്പോൾ ഒന്ന് പാരൻസ് പറഞ്ഞു, പക്ഷേ ഞാൻ അപ്പോഴും ഡിപ്രഷനിലേക്ക് എത്തിയില്ല. എന്നാലും അവരിങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വലുതായിട്ടൊരു ഊർജ്ജമൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മെൻറ്ററുണ്ട്, ഷഹദ് സാർ. സാർ എന്നെ വിളിച്ചിട്ട് സൗമ്യ സ്റ്റോപ്പ് ചെയ്ത് തുടങ്ങിക്കോ. സാറിൻ്റെ മെയിൻസ് മെൻറ്ററായിരുന്നു. സാർ ഇങ്ങനെ ഒരു കോൺഫിഡൻസോടെ സാർ അങ്ങനെ പറഞ്ഞപ്പോൾ സാറിന് എന്നിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തോ സംഭവമാണ് തുടങ്ങണം. അങ്ങനെ ഞാൻ പ്രിലിംസ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓരോ ഫെയിലേഴ്സിലും ഇങ്ങനെ മെൻ്റൽ ഹെൽത്ത് സ്ട്രോങ് ആക്കാൻ വേണ്ടി ബ്രേക്സും അതുപോലെ സപ്പോർട്ട് സിസ്റ്റംസും ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഈ ജേർണി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കുണ്ടല്ലോ, ഇപ്പം നമ്മൾ കിട്ടിയിട്ട് നിൽക്കുന്നൊരു പോയിന്റിലാണ് കേട്ടോ. അപ്പം എനിക്കൊന്ന് സൗമ്യ ഒന്ന് റിവൈൻഡ് ചെയ്യണമെന്നാണ്. അതായത് 2019 UPSC റാങ്ക് കിട്ടി, UPSC റാങ്ക് അല്ല, യൂണിവേഴ്സിറ്റി റാങ്ക് കിട്ടി, ടോപ്പറായിട്ട് പ്രിപ്പറേഷൻ ജേർണിയിലേക്ക് വരുന്ന ആ 2019 സൗമ്യ എടുത്ത് ഈ 2025 നിൽക്കുന്ന സൗമ്യക്ക് എന്താ പറയാനുള്ളത്? വാട്ട് യു വാണ്ട് ടു ടെൽ ടു ദാറ്റ് സൗമ്യ ഇൻ ഹു ഹാസ് കം ഇൻ 2019? സർ 2019 ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇറങ്ങിയ ഒരാളാണ്. കാരണം എല്ലാ സെമസ്റ്ററും 6 സെമസ്റ്റേഴ്സ് ഉണ്ട്, എല്ലാ സെമസ്റ്ററും ഞാൻ ഫസ്റ്റ് റാങ്ക് ആയിട്ടാണ് പാസ്സായത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഐ കോൺക്വേർഡ് സംതിങ് എന്ന് പറഞ്ഞ് ഭയങ്കര ഇനി എൻ്റെ ഭാവി എന്താവുന്ന കൺഫ്യൂഷനും അറ്റ് ദ സെയിം ടൈം ഭയങ്കര ഹാപ്പി ആയിട്ടിരുന്ന സമയം. അപ്പം ഈ വർഷം എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു റിയലൈസേഷൻ ഉണ്ടായിട്ടില്ല. കാരണം 196 റാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിപ്പോഴും എനിക്ക് അത്ര കത്തിയിട്ടില്ല. പക്ഷേ പിന്നെ ഓരോ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോഴും ഓരോരുത്തർ ആദരവ് തരുമ്പോഴും മനസ്സിലാവാത്ത എന്തോ ഒരു സംഭവമാണ്. അപ്പം ഈ സൗമ്യ അവർ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ, സൗമ്യ നിനക്ക് ഇനിയും കുറേ പോകാനുണ്ട്, ഇതിലും വലുതൊരു സാധനം നിനക്ക് വരാനുണ്ടെന്ന് പറയാനേ ഉള്ളൂ. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം പലരും ആ പഴയ സൗമ്യയുടെ എന്ത് ചോദിക്കുമ്പം അല്ലെങ്കിൽ പഴയ ആസ്പിരൻ്റ് എന്ത് ചോദിക്കുമ്പോൾ പലരും ചില അഡ്വൈസ് ആണ് പറയുന്നത്. പക്ഷെ ഇവിടെ യു ആർ ആക്ച്വലി ടെല്ലിങ് ദാറ്റ് സൗമ്യ ദാറ്റ് ഓക്കെ യു ഹാവ് മോർ ടു ഗോ എന്നുള്ളത്. സൗമ്യ ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും സൗമ്യയുടെ വലിയൊരു ആഗ്രഹം സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ്. സൗമ്യ തന്നെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, അനുപമ മാമിനെ പോലെ ഉള്ളവരെ കണ്ടിട്ടാണ് സൗമ്യ ഇതിലേക്ക് വരുന്നത്. അപ്പം ഒബ്വിയസ്ലി ഞാൻ എല്ലാ സ്റ്റുഡൻസിനോടും ചോദിക്കുന്ന ഒരു ചോദ്യം സൗമ്യ എടുത്ത് റിപ്പീറ്റ് ചെയ്യാം. എങ്ങനെയുള്ളൊരു സിവിൽ സർവൻ്റ് ആവാനാണ് സൗമ്യ താല്പര്യപ്പെടുന്നത്? സാർ, എനിക്ക് ഒരു ജോലി ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു 4 ചുവറിനുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാകരുത് ഒരു ജോലി എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സർവീസിലേക്ക് 2018 ഫ്ലഡ് ടൈമിൽ ഞാൻ IAS ഓഫീസേഴ്സിനെ കണ്ടപ്പോൾ അവർ എമർജൻസി ആ ഒരു ബേസിസിൽ 24/7 വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു IAS ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ജനങ്ങളിലേക്ക് എപ്പോഴും അവൈലബിൾ ആയിരിക്കണം. അവരെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വലിയ കാര്യം എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ അത് ജനങ്ങൾക്ക് ഉപകാരപ്പെടണം എന്നുള്ള രീതിയിൽ എത്തണം. സോ ഒരു IAS ഓഫീസർ എനിക്ക് സത്യം പറഞ്ഞാൽ പ്രിവിലേജിനെക്കാട്ടി ഇഷ്ടം അത് പീപ്പിളിലേക്ക് ഡയറക്റ്റായിട്ട് അവർക്ക് സർവീസ് കൊടുക്കുന്നുള്ളതാണ്. സോ ഐ തിങ്ക് ഒരു IAS ഓഫീസർ അതായിരിക്കണം ഫോക്കസ് ചെയ്യാനുള്ളത്. Someone who is connected with the people, yes. Someone who is doing something for the people, right? Yes, sir. സിവിൽ സർവീസിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ സൗമ്യ കൃഷ്ണൻ ആരായി തീർന്നേനെ? എനിക്കറിയില്ല സർ. കാരണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇത് ക്ലിയർ ചെയ്യുന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഈ 5th അറ്റംപ്റ്റ്. കാരണം UPSC പ്രിപ്പറേഷനിലേക്ക് വന്ന് സൗമ്യ ഇത്രയധികം അക്കാഡമിക്കലി ക്വാളിഫൈഡ് ഒരാൾ നല്ലൊരു എഫേർട്ട് ഇട്ട് നല്ല ഗൈഡൻസ് കിട്ടി വന്നപ്പം യു ക്ലിയർഡ് ഇറ്റ്. ഞാൻ പറഞ്ഞ പരീക്ഷ എഴുതുന്നില്ല എന്ന് എഴുതിയില്ല എന്ന് വിചാരിക്കുക. നമ്മളിങ്ങനെ ആൾട്ടർനേറ്റ് യൂണിവേഴ്സിനെ കാര്യമൊക്കെ പറയത്തില്ലേ. സോ ഇൻ ആൻ ആൾട്ടർനേറ്റ് യൂണിവേഴ്സ് ദ സൗമ്യ, ഇഫ് യു ഹാവിൻറ്റ് റിട്ടൺ ദിസ് എക്സാമിനേഷൻ, സൗമ്യ എവിടെ എത്തിയേനെ? സാർ, മേ ബി എൻ്റെ സിസ്റ്ററിൻ്റെ പാത തന്നെ പിന്തുടർന്ന് പോയേനെ. MSc എടുത്ത് റിസർച്ചിലേക്ക് തന്നെ പോവായിരുന്നു. അതെ. അവിടെയും ചിലപ്പോൾ സൗമ്യ ജനങ്ങൾക്ക് എന്ത് വേണമെന്ന് ആലോചിച്ചുകൊണ്ടുള്ള റിസർച്ച് ചിലപ്പോൾ ചെയ്യായിരിക്കും. കാരണം അൾട്ടിമേറ്റ്ലി വാട്ട് ഐ ഫീൽ ഈസ് ദാറ്റ് ഒരു സിവിൽ സർവൻ്റ് എന്നുള്ള സൗമ്യ അല്ല. സൗമ്യ എന്ന് പറയുന്ന ഒരു പേഴ്സൻ്റെ ക്വാളിറ്റി തന്നെയാണ് ജനങ്ങൾക്ക് നല്ലത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്. ആ സൗമ്യയാണ് ഒരു സിവിൽ സർവൻ്റായിട്ട് മാറുമ്പോഴത്തേക്കും ജനങ്ങൾക്ക് നല്ലത് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കളക്ടർ ആവണം, അല്ലെങ്കിൽ അത് ചെയ്യുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ ആവണമെന്ന് ആഗ്രഹിക്കുന്നത്. സോ ഐ സ്ട്രോങ്ലി അപ്രീഷിയേറ്റ് യുവർ ആ പേഴ്സണൽ mindset where you want to do something good to the people, and I hope that in the future you will turn out to be a civil servant or an administrator where people will tell that okay, she has done something for us. And maybe ഞാൻ 10 year down the line ഒരു കുട്ടീനെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ പറയും,
സൗമ്യ കൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടൊരു അഡ്മിനിസ്ട്രേറ്റർ ഉണ്ട്. ഷീ ഹാസ് ഡൺ ലോട്ട് ഓഫ് ആക്ടിവിറ്റീസ്. അത് ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ സിവിൽ സർവൻറ്റിലേക്ക് വന്നത്. ലെറ്റ് യു ടേൺ ഔട്ട് ടു ബി ആൻ ഇൻസ്പിറേഷൻ ഫോർ മെനി അതേഴ്സ് ഇൻ ദ ഫ്യൂച്ചർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ.